എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ലൊരു കഥ വായിക്കാം. സമസ്യ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ സ്ത്രീകൾ മാന്ത്രികർ എന്ന എൻ്റെ പുസ്തകത്തിലെ ഒരു കഥയാണ് ഞാൻ വായിക്കുന്നത്. കഥയുടെ പേര് നീലിമ എന്നാണ്. കഥാപാത്രത്തിൻ്റെ പേര്, സ്ത്രീ കഥാപാത്രത്തിൻ്റെ പേര് ജാനകി എന്നാണ്. ജാനകി എന്നത് നല്ല പേരാണ്. അത് ഇപ്പോൾ അടുത്ത കാലത്തായി വിവാദമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. വിവാദമാകേണ്ട കാര്യമൊന്നുമില്ല. നല്ല മനോഹരമായ പേരാണ്. എൻ്റെ അമ്മയുടെ പേര് ജാനകി എന്നാണ്. അതുപോലെ തന്നെ പുരുഷ കഥാപാത്രത്തിൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ്. അപ്പോൾ നമുക്ക് കഥ വായിച്ചു തുടങ്ങാം. എല്ലാവരും പാർക്കുകളിൽ, അതുപോലെ ബീച്ചുകളിൽ, പ്രകൃതി സൗന്ദര്യമുള്ള പല സ്ഥലങ്ങളിൽ, കുന്നിൻ ചെരുവുകളിൽ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് സാധാരണ കാണപ്പെടുന്ന, ഇന്ന് കാലത്ത് കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഈ കഥയിലൂടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കഥ നീലിമ. നീലിമ, നമുക്ക് നിൻ്റെ ജാനകി എന്ന പേരു മാറ്റി നീലിമ എന്നാക്കിയാലോ? നീലക്കണ്ണുള്ള നിനക്ക് ജാനകി എന്ന പേര് ഒട്ടും ചേർച്ചയില്ല. മാത്രമല്ല, അതൊരു വയസ്സൻ പേരാണ്. അതിനെന്താ, എനിക്ക് വയസ്സായില്ലേ? അവൾ മറുപടി പറഞ്ഞു. നമ്മുടെ ശരീരത്തിനേ വയസ്സായിട്ടുള്ളൂ, മനസ്സിന് അല്പം പോലും വയസ്സായിട്ടില്ല. അയാൾ വിട്ടുകൊടുത്തില്ല. അങ്ങനെയെങ്കിൽ ചേട്ടൻ്റെയും പേര് മാറ്റണം. രാമചന്ദ്രൻ, അതും ഒരു വയസ്സൻ പേരാണ്, രാമായണത്തോളം പഴക്കമുള്ളത്. അവളൊരു ചിരിയോടെ അയാളുടെ കൈത്തണ്ടയിൽ ഒന്ന് നുള്ളി. ഓ എൻ്റെ ജാനകി, ഒന്ന് പതുക്കെ, ഇങ്ങനെ നുള്ളിയാൽ ജീവൻ പോവും. അയാൾ അവളെ ഒന്ന് ചുറ്റിപ്പിടിച്ചു. മതി രാമേട്ട, കൈയെടുക്കൂ. ഈ വയസ്സുകാലത്ത് ഇത്ര ശൃംഗാരം വേണ്ട, പ്രത്യേകിച്ച് നഗരമധ്യത്തിലെ ഈ ഉദ്യാനത്തിൽ വെച്ച്. ആവട്ടെ, നീ എനിക്ക് എന്തു പേരാണ് കണ്ടുവച്ചിരിക്കുന്നത്? അയാൾ ചോദിച്ചു. ഏയ്, ഞാനൊന്നും കണ്ടുവച്ചിട്ടില്ല. എനിക്ക് രാമേട്ടൻ എന്ന് വിളിക്കാൻ തന്നെയാണ് ഇഷ്ടം. അവർ തണലിൽ ഒരൊഴിഞ്ഞ ഇരിപ്പിടത്തിലിരുന്നു. അവളുടെ കൈകളിൽ അയാൾ വിരൽ കോർത്ത് ഇടക്കി പിടിച്ചു. നോക്കൂ ജാനകി, ചുറ്റും എത്രയെത്ര നീലിമമാരാണ് ഉള്ളതെന്ന്. ഓരോ ചെടികളുടെ മറവിലും ഓരോ നീലിമമാർ, അവരുടെ കൂടെ ഓരോ രാമന്മാർ. ഞാൻ ആലോചിക്കുന്നത്, ഈ രാമന്മാരുടെയും നീലിമമാരുടെയും ശരിക്കുള്ള പേര് എന്തായിരിക്കുമെന്നാണ്. അവൾ ചുറ്റും കണ്ണോടിച്ചു. അപ്പോഴാണ് അവൾ കാണുന്നത് മിക്ക ചെടിമറവുകളിലും പ്രണയം കൈമാറുന്ന ഇണക്കുരുവികൾ. രാമേട്ട, നമുക്ക് ഇവിടെ നിന്ന് പോയാലോ? എനിക്ക് ഇതെല്ലാം കണ്ട് ഭയമാവുന്നു. ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? അത് നോക്കൂ, കൂടുതലും കോളേജ് വിദ്യാർത്ഥികളാണ്. എല്ലാ ചെടികളുടെയും അരികിൽ പുസ്തകമടങ്ങിയ ബാഗുകളുണ്ട്. അവൾ പരിഭ്രമിച്ചു. എൻ്റെ ജാനകി, ആ ബാഗുകൾ അതൊരു സിഗ്നലാണ്. ബാഗ് കാണുന്ന ചെടിമറവിൽ ആളുണ്ട്, അങ്ങോട്ട് പ്രവേശിക്കരുത് എന്നാണ് അർത്ഥം. അവൾ നാണത്തോടെ അയാളെ നോക്കി. നീ ഒന്നുകൂടി അടുത്തേക്ക് ചേർന്നിരിക്കൂ, അയാൾ ആവശ്യപ്പെട്ടു. അവൾ ചേർന്നിരുന്നു. പോരാ, കുറച്ചുകൂടി എന്നായി അയാൾ. അവൾ വീണ്ടും ചേർന്നിരുന്നു. ജാനകി, എൻ്റെ മുഖത്തേക്ക് നോക്കൂ. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണടയ്ക്കരുതേ ജാനകി, ഞാൻ നിൻ്റെ കണ്ണിലെ നീലിമ പൂർണ്ണമായി കാണട്ടെ. അവൾ ഇമ വെട്ടാതെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. അയാളും ഒട്ടും വിട്ടുകൊടുത്തില്ല. ഒരിക്കൽ പോലും അയാളും കണ്ണിമ ചിമ്മിയില്ല. ജാനകി, ജാനകി, അയാൾ പ്രണയാതുരനായി അവളെ വിളിച്ചു. നിന്റെ കണ്ണിലെ നീലിമ ശരിക്കും മായയാണ്. അങ്ങ് ദൂരെ ആകാശത്തിൻ്റെ നീലിമ പോലെ. നമ്മൾ ആകാശത്തേക്ക് എത്ര പറന്നുയർന്നു ചെന്നാലും അവിടെ പോയി ആ നീലിമ കണ്ടെത്താൻ കഴിയില്ല. അതുപോലെ കടലിലെ നീലിമയും എത്ര താഴോട്ട് ആഴ്ന്നിറങ്ങിയാലും കടലിനുള്ളിലെ നീലിമയുടെ ഉറവിടം കണ്ടെത്താനാവില്ല. നിന്റെ കണ്ണുകളിലെ നീലിമ കണ്ടെത്താനായി ഞാൻ എത്ര കാലമാണ് ആ കണ്ണുകളിൽ ഒളിച്ചിരുന്നതെന്ന് നിനക്കറിയാമോ? പക്ഷേ എനിക്കതവിടെ കണ്ടെത്താനേ സാധിച്ചിട്ടില്ല. അയാൾ അവളെ മുറുകെ പുണർന്നു. മൂക്കു ജാനകി, നിന്റെ മൂക്കുത്തിയിലെ നീലിമയിൽ മാത്രം ഒട്ടും മായയില്ലെന്ന് തോന്നുന്നു. അതിൽ എന്നെ തെളിഞ്ഞു കാണുന്നുണ്ട്. അവൾ അയാളിലേക്ക് വീണ്ടും ചേർന്നിരുന്നു. ജാനകി, നമുക്ക് ആ ചെടിമറവിലേക്ക് പോയാലോ? അയാൾ അടയാള ബാഗുകൾ കാണാത്ത ഒരു ചെടിമറവിലേക്ക് വിരൽ ചൂണ്ടി. അവൾ
സമ്മതമായി കണ്ണിമ പൂട്ടി. അങ്ങനെ അവരും ചെടിമറവിലേക്ക് മാഞ്ഞു. മറ്റാരും അങ്ങോട്ട് പ്രവേശിക്കരുത് എന്ന അടയാള ചിഹ്നമായി ജാനകിയുടെ കൊച്ചുബേക്ക് അങ്ങോട്ട് വരുന്നവർക്ക് ദൂരെ നിന്ന് കാണുന്ന രീതിയിൽ അയാൾ വെച്ചു. നമസ്കാരം. കഥ കഴിഞ്ഞു. ചെറിയ കഥയാണ്. ഇപ്പോൾ വയസ്സായ ഈ ദമ്പതികൾക്ക് അങ്ങനെ ഒരു പ്രണയം തോന്നിയിൽ ഒന്നും തോന്നാനില്ല. പക്ഷേ അത് നമ്മൾ എല്ലാവരിലേക്കും പ്രണയം എല്ലാവരുടെയും എത്തിപ്പെടും. നല്ല നല്ല പ്രണയങ്ങൾ എല്ലാവർക്കും ഗുണകരമാണ്. പ്രണയത്തിൽ കളവ് ചേരുമ്പോഴാണ് അത് പ്രശ്നമായി മാറുന്നത്, പിന്നീട് ചതിയിൽപ്പെടുന്നതും മറ്റുള്ള ഇന്നുള്ള പലതരത്തിലുള്ള കുബുദ്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രണയങ്ങളൊന്നും വളരരുത്. നല്ല നല്ല പ്രണയങ്ങൾ വളരട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.